അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഹദീസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ഒരേ ഒരു പ്രമാണമേ ഉള്ളൂ, അത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഒരു പ്രമാണമേ ഉണ്ടായിരുന്നുള്ളൂ. 4 ഖലീഫമാരുടെ കാലത്തും ഈ ഒരൊറ്റ പ്രമാണമേ ഉണ്ടായിരുന്നുള്ളൂ. ഖലീഫമാരാരും ഹദീസ് സ്വീകരിച്ചിരുന്നില്ല. സഹാബിമാരുടെ കാലത്തും ഈ പ്രമാണമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനത്തെ സഹാബിയും മരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഹദീസ് പ്രമാണമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ മുസ്തഫ അല്ലെങ്കിൽ മുസ്തഫയെ പോലുള്ള ഇത് പറയുന്ന ആരും വ്യക്തമാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നേരത്തെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിൽ കിതാബ്, അള്ളാഹു കിതാബ് ഇറക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ഈ കിതാബ് അള്ളാഹു എന്തിനാണ് ഇറക്കിയിട്ടുള്ളത്? ഒരു മനുഷ്യൻ്റെ കൈക്ക് എന്തിനിറക്കി? കിതാബ് ഇറക്കുന്നത് മനുഷ്യർക്കെല്ലാവർക്കും തിരിയാൻ പാകത്തിൽ ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു നൂലുമ കെട്ടിയിട്ട് ഈ കിതാബ് ഇറക്കി കൊടുത്താൽ മതി, എന്നിട്ട് അതവരങ്ങനെ വായിച്ചോട്ടെ എന്ന് വെച്ചാൽ മതിയല്ലോ. ഇവിടെ ഒരു മനുഷ്യനെ പ്രവാചകനായി റസൂലായി തിരഞ്ഞെടുത്ത് ആ മനുഷ്യനിലൂടെ എന്തിനാണ് ഈ കിതാബ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഈ മനുഷ്യന് ഈ കിതാബ് നടപ്പിൽ വരുത്തുന്ന പ്രയോഗവൽക്കരിക്കുന്നതിൽ വല്ല പങ്കുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് ഈ പങ്ക് എന്താണ് എന്ന് പരിശോധിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന സംഗതി എന്താ? ഖുർആന് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, ഫലാ വറബ്ബിക, ഫലാ ഇല്ല, വറബ്ബിക നിൻ്റെ നാഥനിൽ സത്യം, ലാ യുഅ്മിനൂൻ അവർ വിശ്വാസികളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും അവർക്കിടയിൽ ഉത്ഭവിക്കുന്ന ഏത് പ്രശ്നത്തിലും അവർ താങ്കളെ വിധികർത്താവാക്കുകയും സുമ്മലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത പിന്നെ താങ്കളെടുത്ത തീരുമാനത്തിൽ അവർക്ക് യാതൊരു വിമ്മിട്ടവും അനുഭവപ്പെടാതിരിക്കുകയും വയുസല്ലിമു തസ്ലീമ പൂർണ്ണമായി അവരത് അംഗീകരിച്ച് തരുകയും ചെയ്താലല്ലാതെ അല്ലെങ്കിൽ ചെയ്യുന്നത് വരെ അവരാരും വിശ്വാസികളാവുകയില്ല. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമുൽ ഖുർആന, ഖുർആനിനെ ഹാക്കിമാക്കുക. ഇവിടെ അങ്ങനെയല്ല അള്ളാഹു പറഞ്ഞത്. ഹത്താ യുഹക്കിമൂക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് താങ്കളെ ഹാക്കിമാക്കുക, വിധികർത്താവാക്കുക. അപ്പോൾ താങ്കൾ നൽകുന്ന നിർദ്ദേശവും വിധിയും തീർപ്പുമാണ് അവർ ജീവിതത്തിൽ അംഗീകരിക്കേണ്ടത്. മാത്രമല്ല അതിൽ അവർക്ക് മാനസികമായി യാതൊരു അലോസരം ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. സുമ്മലാ യജിദൂ ഫി അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത അതുകൊണ്ടുമായില്ല, അത് ജീവിതത്തിൽ പൂർണ്ണമായി അവർ സമ്മതിക്കേണ്ടതുണ്ട്. വയുസല്ലിമു തസ്ലീമ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സംഗതി നബി എങ്ങനെ പഠിപ്പിച്ചു അതേ വിധത്തിൽ അത് അംഗീകരിക്കുമ്പോൾ മാത്രമേ ഒരാൾ മുസ്ലിം ആവുന്നുള്ളൂ, മൂമിനാവുന്നുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുസ്ലിം ആവുക പറഞ്ഞാൽ അനുസരണമുള്ളവനാവുക, അതിന് പ്രത്യേകിച്ച് ആശയമൊന്നുമില്ല. അറബി ഭാഷയിൽ അസ്ലമ എന്ന് പറഞ്ഞാൽ വിധേയപ്പെട്ടു, മുസ്ലിം അനുസരിച്ചു. അങ്ങനെ അനുസരണമുള്ളവരൊക്കെ മുസ്ലിങ്ങളാണെന്നാണ് മൂപ്പരുടെ ഭാഷ്യം. അവിടെക്കട്ടെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? മുസ്തഫ തന്നെ പറയുന്ന ഒരു സംഗതി, ഖുർആനിൽ യാതൊന്നും തന്നെ നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ വഅലമു അന്ന ഫീക്കും റസൂലല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലുണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ദുർബലപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് മുസ്തഫയുടെ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് നബി പറയണത് അനുസരിക്കണം, നബിയെ പിൻപറ്റണം എന്നൊക്കെ വേണമെങ്കിൽ ഇവർക്ക് പറയാം. നബി മരിച്ചതിന് ശേഷം പാടില്ല എന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നും മുസ്ലിം സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇവിടെ നബി ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് താല്പര്യം എന്താ? നബിയുടെ ശരീരം നമ്മളുടെ കൂടെ ഇല്ല എന്നുള്ളത് നമ്മൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്.
അപ്പോൾ ഇവിടെ നിങ്ങളിൽ നബി ഉണ്ട് എന്ന് പറയുമ്പോൾ, റസൂൽ ഉണ്ട് എന്ന് പറയുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, ആ മാതൃകയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ മാതൃക നിങ്ങൾ പിൻപറ്റാനുള്ളത് നിങ്ങൾ ഖുർആൻ പിൻപറ്റുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് വരിക. ഈ മാതൃക എവിടെ നിന്നാണ് കിട്ടുക? മുസ്തഫൻ്റെ ഭാഷ അനുസരിച്ച് ഹദീസുകളൊക്കെ തള്ളേണ്ടതാണ്. അതിൻ്റെ അടുക്ക് മുമ്പ് പറയും ചെയ്യും ഹദീസ് തീർത്ത് തള്ളേണ്ടതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ബുഖാരി മുസ്ലിം പോലുള്ള ഒരു ഹദീസിൻ്റെ കിതാബും അംഗീകരിക്കാൻ പാടില്ല, മുഴുവൻ അവർ ഗൂഢാലോചനയിലൂടെ എഴുതിയുണ്ടാക്കിയതാണെന്ന് പറയും ചെയ്യും. അപ്പോൾ ഈ ഇരട്ടത്താപ്പും ഈ വൈരുദ്ധ്യവും ഒക്കെ വെച്ചുകൊണ്ട് മുസ്തഫനെ വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലുണ്ട്. അലമു അന്ന ഫീക്കും റസൂലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്, അത്തിയുല്ലാഹു വാത്തിയുർ റസൂല. ഇതിൻ്റെ താല്പര്യം എന്താണ്? അവിടെ റസൂലിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ റസൂൽ എന്നാ കൽപ്പിക്കേണ്ടതുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അത്തിയുല്ലാഹ എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. അത് നിർത്തിയല്ല വിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. അവിടെ അത്തിയുല്ലാഹ വർ റസൂൽ അല്ലെങ്കിൽ അത്തിയുല്ലാഹ വാത്തിയുർ റസൂൽ എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ സംഗതി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കെയാണ് പിന്നെ ഹദീസ് സ്വീകാര്യമല്ലാന്നും അത് ഹദീസ് പണ്ഡിതന്മാർ ഹിജറ 200 ശേഷം ഗൂഢാലോചനയിലൂടെ മെനഞ്ഞെടുത്തിട്ടുള്ളതാണെന്നൊക്കെ തട്ടിവിടുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാൻ ഹദീസ് നിഷേധിക്കില്ല അറിയണം, ഹദീസ് ചരിത്രമാണ്, അത് നിഷേധിച്ചാൽ പിന്നെ നബിയുടെ ചരിത്രം കിട്ടൂല എന്ന് പറയലും, ഈ ഹദീസിൽ പറഞ്ഞ നബി തന്നെ നടപ്പിൽ വരുത്തിയ, നബി തന്നെ പ്രഖ്യാപിച്ചു എന്ന് ഇത് പറയുമ്പോൾ മുസ്തഫ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം. അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയാൻ എന്താണ് മുസ്തഫയെ പോലുള്ള ആളുകൾക്ക് ന്യായം, തെളിവെന്താണ്? അതാണ് അവർ വ്യക്തമാക്കേണ്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങൾ ഹദീസ് സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയാം, മറുഭാഗത്ത് ഹദീസ് തള്ളണമെന്ന് പറയാം, ഒരു ഭാഗത്ത് ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്ന് പറയാം. എന്നാൽ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വിശദീകരണങ്ങളൊന്നും അംഗീകാരയോഗ്യമല്ല എന്ന നിലയ്ക്ക് അതിനെ തള്ളി പറയുക. എന്നിട്ട് ഖലീഫമാർ നബിയുടെ കാലത്ത് വേറെ പ്രമാണം ഉണ്ടായിരുന്നില്ല, ഖലീഫമാരുടെ കാലത്ത് വേറെ പ്രമാണം ഉണ്ടായിരുന്നില്ല എന്ന് പറയുക. ഇതിലൊക്കെയുള്ള വൈരുദ്ധ്യം എത്ര കടുത്ത വൈരുദ്ധ്യമാണ് എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യമാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ഇവിടെ ഹദീസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ കൈകടത്തലാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവരുടെ എഴുത്തുകളൊക്കെ വായിച്ചാൽ, എഴുത്തുകൾ മാത്രമല്ല അവരുടെ പ്രസംഗങ്ങൾ കേട്ടാലും മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതിയാണ്. പിന്നെ ഖുർആൻ പറഞ്ഞത് വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫന്തഹു. റസൂൽ നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് നിങ്ങൾ കൈക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ നിരോധിച്ചത് നിങ്ങൾ വർജിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെയും അള്ളാഹു നൽകിയത് അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ചത് എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ റസൂൽ നൽകിയത്, ഒമാ താക്കുമുർ റസൂലു ഒമാ നഹാക്കും അൻഹു എന്നൊക്കെ പറഞ്ഞത്? ഇതിന് ഒരു അർത്ഥമില്ലേ? അതോ അള്ളാഹു വെറുതെ അർത്ഥരഹിതമായിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞാണോ? അങ്ങനെ പറയാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ രീതിയാകാൻ പാടില്ലല്ലോ. കാരണം അള്ളാഹു ഹക്കീമാണ്, ഖബീറാണ്. എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് വസ്തുനിഷ്ഠമായിട്ടാണ് അള്ളാഹു ചെയ്യുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഹിക്മത്തോടു കൂടി അള്ളാഹു പറയുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ അത് വൃഥാവചനമാണ്, വാക്കാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു ആശയം ഉണ്ടാവണം. ഈ ആശയം എന്താണ് എന്നാണ് ഇത്തരം ആളുകൾ വ്യക്തമാക്കേണ്ടത്. അതവർ വ്യക്തമാക്കാത്ത കാലത്തോളം അവർ പറയുന്നത് കേവലം തള്ളപ്പെടേണ്ട വാചാടോപങ്ങളാണ്. അവർ വിച്ചും പേയും പറയുന്നു എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാൻ കഴിയുകയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഹദീസിനെ തള്ളില്ല, അത് തള്ളുക എന്നുള്ളത് ചരിത്രത്തെ തള്ളലാവും എന്ന് പറയുമ്പം തന്നെ ഹദീസ് പ്രമാണമല്ല എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വിശദീകരിച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ആർക്കും എങ്ങനെയും വിശദീകരിക്കാം എന്ന ഒരു രീതിയിലേക്കാണ് പോവുക. അതല്ലെങ്കിൽ ഇനി ഇവർ തന്നെ പറയട്ടെ, പിന്നെ ഖുർആൻ അനുസരിച്ചാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫമാരൊക്കെ ഭരിച്ചിട്ടുള്ളത്.
എന്നാൽ ഈ ഖലീഫമാരുടെ ഭരണകാര്യം അവർ തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള രീതി ഇവർ അംഗീകരിക്കുമോ? അതംഗീകരിക്കുമെങ്കിൽ അവരുടെ വാദം പൊളിയാ ചെയ്യാം. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. നബിയുടെ ഹദീസ് അടക്കമുള്ളത് എടുത്തിട്ടാണ് അവർ ഖുർആൻ വിശദീകരിക്കുകയും അതിൻ്റെ തത്വങ്ങൾ നടപ്പിൽ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവർ പറയുന്നത് പൊളിയാണെന്ന് വരും. അപ്പോൾ ഖുർആനല്ലാത്ത മറ്റൊരു പ്രമാണവും മുസ്ലിങ്ങൾക്കില്ല എന്ന് പറയാൻ ഇവർക്ക് അധികാരമില്ല. കാരണം ഇവർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. കാരണം മുസ്ലിങ്ങൾ എല്ലാ കാലത്തും ഖുർആനിൻ്റെ കൂടെ ഹദീസും പ്രമാണമായി അംഗീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇവർ മുസ്ലിങ്ങളാണ് എന്നതും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല. 1400 വർഷത്തിലേറെയായി മുസ്ലിം സമൂഹം പറഞ്ഞു വരുന്നത് ഖുർആന് മാത്രമല്ല, ഖുർആൻ ഒന്നാമത്തെ പ്രമാണമാണ് എന്നതുപോലെ അതിൻ്റെ വിശദീകരണമായിട്ടുള്ള ഹദീസ് രണ്ടാമത്തെ പ്രമാണമാണെന്നുള്ള ഇത് അംഗീകരിക്കാത്ത ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്.